എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഡ്രോയിങ്ങിലെ ടോളറൻസ് ടേബിൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് ടോളറൻസ് ഫ്രം ടേബിൾ. നോമിനൽ ഡയമീറ്റർ 45 mm H8 F7, നോമിനൽ ഡയമീറ്റർ 55 mm H7 P6. ഈ H8 F7 എന്നുള്ളത് ടോളറൻസ് ടേബിളിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ എടുത്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ടോളറൻസ് ടേബിൾ. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഡയമീറ്ററും ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും സിമ്പിൾസും ഗ്രേഡും കാണാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അത് ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 45 H8 F7 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ 45 എവിടെയാണ് ഈ ടേബിൾ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 45 ഈ ഓവർ 30യുടെയും അപ് ടു 50ൻ്റെയും ഇടയിലായിരിക്കും എന്ത് വരിക, 45 എന്നുള്ള ഡയമീറ്റർ വരാം. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക. H8 എന്നുള്ളതാണ്. ഹോൾസിൻ്റെ അവിടെ H8 നമുക്ക് കാണാം. H8 ഇത് രണ്ടും കൂടി കോയിൻസൈഡ് വരുന്ന കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് +39 +0. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 45 H8 എന്നുള്ളത് 45 H8 നമ്മൾ ആൻസർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ടേബിളിൽ നിന്നുള്ള 45 +39 +0 എന്നുള്ളത് എഴുതാൻ പറ്റും. പക്ഷേ ടേബിളിലുള്ള +39ഉം 0യും മൈക്രോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് MM-ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. MM-ലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ × 10⁻³ ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 45 + 0.039 +0 എന്ന് എഴുതാം. ഫൈനലി നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 45 H8 F7 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 45 H8 F7 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ ടേബിൾ എടുക്കുക. ഈ ടേബിളിൽ ടോളറൻസ് ടേബിളിൽ 45 ആ ഡയമീറ്റർ തന്നെ വരിക. ഷാഫ്റ്റിൻ്റെ കേസിൽ F7 വരുന്ന ഭാഗം മാർക്ക് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളം നോക്കുക. -25 -50 എന്നുള്ളതാണ് നമ്മൾ ഷാഫ്റ്റിൻ്റെയിലുള്ള വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുക. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45 F7 എന്നുള്ളത് 45 -25 -50 എന്ന് എഴുതാം. ആ -25നെയും -15നെയും നമുക്ക് എന്ത് ചെയ്യണം, 10⁻³ ചെയ്തിട്ട് MM-ലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ നമുക്ക് ഫൈനൽ ആൻസർ 44.975 44.95. ഈ രണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് അപ്പർ ലിമിറ്റും ഒന്ന് ലോവർ ലിമിറ്റുമാണ്. ടോളറൻസ് എന്ന് പറയുന്നത് മാക്സിമം അതിന് വരുന്ന ഡയമെൻഷനാണ്, മിനിമം വരുന്ന ഡയമെൻഷനാണ്. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റുമാണ് നമ്മൾ ടോളറൻസ് ടേബിൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ.